Hi, my dear and dearest students. എല്ലാ മക്കൾക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മാം ആണ്. നിങ്ങൾക്കറിയാം ഞാൻ ബേസിക് സയൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ബേസിക് സയൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നിങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞൊരു ആനുവൽ എക്സാം നല്ല അടിപൊളിയായിട്ട് പഠിച്ച നന്നായിട്ട് എഴുതിയിട്ട് ഇപ്പൊ ആ ഒരു വെക്കേഷൻ ടൈം അല്ലെ നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് അല്ലെ. കസിൻസിന്റെ വീട്ടിൽ പോയിട്ടും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടും ഫ്രണ്ട്സിന്റെ കൂടെയും അതേപോലെ ഫിലിംസിലൊക്കെ പോയിട്ട് നിങ്ങൾ ഹോബീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഹോബീസ് ഒക്കെ ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ ഇടയിലും കുറച്ചു പേര് എന്ത് ചെയ്യുന്നുണ്ടാവും, നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണോ? ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. കാരണം അടുത്ത വർഷമല്ലേ, അടുത്ത അക്കാഡമിക് ഇയർ അല്ലേ, ജൂണിലല്ലേ നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിനൊക്കെ ശേഷമല്ലേ പഠിക്കേണ്ടതും ക്ലാസ് ടെസ്റ്റ് വരുന്നതും പരീക്ഷ വരുന്നതും, എന്തിനാ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചില ആളുകളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താ അല്ലെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും. എന്നാൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ പരീക്ഷാ നേരത്ത് മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ആ അവസാന നേരത്ത് നമ്മൾ എന്തൊക്കെ വാരി വലിച്ച് പഠിച്ചാലും നമുക്കൊരു തൃപ്തി വരത്തില്ല അല്ലെ. ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്കുള്ള ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സമയം കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ നമ്മൾ ചെറിയ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ഒരു ചാപ്റ്റർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല, ചെറിയ രീതിയിൽ നിങ്ങൾ ഡെയിലി റൂട്ടീൻ ചെയ്യുന്നതിന്റെ കൂടെ കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ബുക്സ് വായിക്കുക, ഇതൊക്കെ നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ മാറ്റിവെച്ച ടൈം നിങ്ങൾ ചെയ്യാം. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് പയ്യും തിന്നാൽ പനിയും തിന്നാന്ന് പറയാറുണ്ട് അല്ലെ. ഓരോരോ ദിവസം നമ്മൾ കുറച്ചായിട്ട് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, യെസ്, ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ടാവും. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, യെസ്, സ്റ്റാർ ആയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ ഈ ഒരു ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ചാനലിനകത്ത് ഒരുപാട് കോണ്ടന്റ് വീഡിയോകൾ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് ഉണ്ട്. ഓരോരോ സബ്ജക്ട്സിലും നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ഹയർ ക്ലാസ്സസ്, നിങ്ങൾ ഈ 5, 6, 7 ആവട്ടെ, ഏത് ക്ലാസ്സും ആവട്ടെ, നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്, അതിൽ കുറച്ചുകൂടി അധികമായിട്ട് 8, 9, 10 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മുതൽക്കൂട്ടാണ്. സോ അവസാന നേരത്തേക്ക് പഠിച്ചു തീർക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ആരും വെയിറ്റ് ചെയ്യണടാ. നിങ്ങൾ എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ ഇറ്റ് ഇസ് യൂണീക് അല്ലെ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും, നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. അത് നമ്മൾ അവസാന നേരത്താണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹമായിരിക്കും അടുത്ത വർഷത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതണം, എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ ആർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ സംശയിച്ച് പുറകോട്ട് വലിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ നേടിയെടുക്കും, എന്നെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഇന്നു മുതൽക്ക്, നാളെ മുതൽക്കല്ല കേട്ടോ, ഇന്നു മുതൽക്ക് ഞാൻ പരിശ്രമിക്കും. നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ദിവസേന നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ ആ സ്കൂളിൽ, നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ സാധിക്കും. സോ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യില്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ ലൈഫ് ഇസ് ടു എൻജോയ് ഈച്ച് ആൻഡ് എവറി ഡേ അല്ല, ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എൻജോയ് ചെയ്യാനുള്ളതാണ്. ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഹോബീസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പഠനവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ അടുത്ത വർഷം ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സ്റ്റഡി ഡ്യൂറിംഗ് ദീസ് ടൈംസ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒന്നിച്ച് നമുക്ക് മുന്നേറാം. സോ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം. ബൈ.